അഹമ്മദ് മാഷെ, ബംഗ്ലാദേശിൽ നടന്ന 3 സംഭവങ്ങൾ ഞാൻ മാഷിനോട് പറയാം. ഒന്ന്, ഒരു സംഗീതജ്ഞൻ്റെയും കുടുംബത്തിൻ്റെയും വീട് തീവച്ച് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്ന കഥയാണ്. ബംഗ്ലാദേശിലെ മതതീവ്രവാദികൾ ധാക്കയിൽ മതേതര ഗായകൻ രാഹുൽ ആനന്ദയുടെ വീടാണ് തീവച്ച് നശിപ്പിച്ചത്. 3000 സംഗീതോപകരണങ്ങൾ കത്തി നശിച്ചു. ഇതിൽ ചില സംഗീതോപകരണങ്ങൾ ഇദ്ദേഹം രാഹുൽ ആനന്ദ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി എടുത്തതാണ്. ഇതൊക്കെ ചുമരുകളിലൊക്കെ പഴയ ചിത്രങ്ങൾ കാണുമ്പോൾ ചുമരുകളിലൊക്കെ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ സാധാരണ ആളുകൾ വയ്ക്കുന്ന പോലെ സംഗീതോപകരണങ്ങൾ ചെറുതൊക്കെ ആയിട്ടുള്ളത് തൂക്കിയിട്ടിരിക്കുന്നതുമൊക്കെ കാണാം പഴയ ചിത്രങ്ങളിൽ. ഈ ആനന്ദയുടെ വീട് ധാക്കയിൽ ധനമുണ്ടി തട്ടിട്ടു ആണ് വീട്. ഇതൊരു പൈതൃക ഭവനാണ്. 140 കൊല്ലമായി. പഴയ ഇന്ത്യയിലുമൊക്കെ ഉണ്ടായിരുന്ന തറവാട് വീടുകൾ പോലത്തെ ഒരു വീട് ഇന്ന് ചിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാം. ബംഗ്ലാദേശിൻ്റെ ഒരു അഭിമാനമായിട്ട് പ്രൈഡ് ഓഫ് ബംഗ്ലാദേശ് എന്ന് കരുതിയിരുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി മറ്റേ മാക്രോൺ വന്നു കഴിഞ്ഞപ്പോൾ ഈ വീട് സന്ദർശിച്ചിരുന്നു. ആ വീട് സന്ദർശിച്ചപ്പോൾ ആനന്ദ് ഒരു ഏക് താര സംഗീതോപകരണം, ഒരു സ്ട്രിങ് മാത്രമുള്ളത്, ഒറ്റക്കമ്പി മാത്രമുള്ളത് സമ്മാനിച്ചു. നമ്മുടെ ONV കുറുപ്പിൻ്റെ പ്രശസ്തമായൊരു പാട്ട് സാഗരങ്ങളെ പാടി ആ പാട്ടിൽ ഏകതാരയിൽ ഒന്നിളവേൽക്കൂ എന്ന് പറഞ്ഞൊരു വാചകം വരുന്നുണ്ട്. ഏകതാരയാണ്. അതെ അതെ, ഈ തമ്പുരു പോലുള്ള എല്ലാ വിഭാഗങ്ങളിലും പെട്ട സംഗീതജ്ഞരുടെ ഒരു കേന്ദ്രമായിരുന്നു. ഹബ്, ഒരു കൾച്ചറൽ ഹബ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ഇതര മതക്കാരും ഈ ആനന്ദയ്ക്ക് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. ആ ബാൻഡിൻ്റെ പേര് ബെഞ്ചോ ജോലർ ഖാൻ എന്നാണ്. ആ ബാൻഡിൽ ഇതര മതസ്ഥരും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഇവർക്ക് അധികം സമയമൊന്നും കിട്ടിയില്ല. ആൾക്കൂട്ടം വരുന്ന കണ്ടിട്ട് കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ട് ഇവർ ഓടുകയായിരുന്നു വീട്ടിൽ നിന്ന്. ആൾക്കൂട്ടം വന്നിട്ട് വീട് മൊത്തം കത്തിച്ചു. വളരെ കൂടെ ഈ ബാൻഡിലംഗമായ സൈഫുൽ ഇസ്ലാം ജർണൽ അദ്ദേഹം പറഞ്ഞു, വളരെ വർഷങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ആ സംഗീതോപകരണങ്ങൾ. 10 ലക്ഷം ടാക്ക അതിന് നഷ്ടം വന്നിട്ടുണ്ടാവും. വീടിൻ്റെ നഷ്ടം വേറെ. പൈതൃക ഭവനം എന്നൊക്കെ പറഞ്ഞാൽ അമൂല്യമല്ലേ ആളുകൾ കൊടുത്ത്. മുജിബുർ റഹ്മാനെ സംബന്ധിച്ചൊരു സിനിമ അവിടെ എടുത്തിരുന്നു. ആ സിനിമയുടെ മുജിബുർ റഹ്മാനെ അവതരിപ്പിച്ച നടൻ ശാന്തോ ഖാനെ ഈ ആൾക്കൂട്ടം കൊന്നു. അയാൾ ചെയ്തിട്ടുള്ളൊരു കുറ്റം എന്ന് പറഞ്ഞാൽ മുജീബിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ശാന്തോ ഖാൻ്റെ ബാപ്പ സലിം ഖാൻ നിർമ്മാതാവാണ്. ഈ മുജീബിനെ പറ്റിയിട്ടുള്ള സിനിമ സംവിധാനം ചെയ്തതും അദ്ദേഹമാണ്. ഈ ബാപ്പയെയും കൊന്നു. ശാന്തോ ഖാനെയും ബാപ്പ സലിം ഖാനെയും ആൾക്കൂട്ടം കൊന്നു. ഈ ബാപ്പ അവിടെ ലക്ഷ്മിപൂർ യൂണിയൻ പരിഷത്തിൻ്റെ അധ്യക്ഷനുമാണ്. എന്ന് പറഞ്ഞാൽ അവാമി ലീഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നർത്ഥം. ആദ്യം ഇവർ പലായനം ചെയ്തത് ഫറൂഖാബാദ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടെ ജനക്കൂട്ടം ഇരച്ചു വന്നു പലായനം ചെയ്തിട്ട്. ഇവരുടെ കയ്യിലൊരു പിസ്റ്റളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറേ പേര് മാറിയൊക്കെ പോയി. പക്ഷെ പിന്നെയും കൂടുതൽ ജനക്കൂട്ടങ്ങൾ വന്നു. അങ്ങനെ ഇവർ ബംഗാര മാർക്കറ്റ് അവിടെ പോയി. അവിടെയും ഈ ആൾക്കൂട്ടം വന്നു. ഇവരെ ഇടിച്ച് തല്ലി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു. അവർ എന്ന് പറഞ്ഞാൽ ലിഞ്ചിങ്, ആൾക്കൂട്ട കൊലപാതകം. അതാണ് ആ 2 പേരുടെയും കാര്യം നടന്നിട്ടുള്ളത്. ഇവർക്ക് ഷാപ്ല മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു, സിനിമാ നിർമ്മാണ കമ്പനി. ഷഹൻഷാ, ബിദ്രോഹി തുടങ്ങിയ സിനിമകൾ അവിടെയൊക്കെ വലിയ ഹിറ്റായിരുന്നു. ഈ മുജീബിൻ്റെ കുട്ടിക്കാലം, യൗവനം, രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്, ഇതൊക്കെ പറയുന്ന സിനിമയുടെ പേര് തുങ്കി പരാർ മിയ ഭായ് എന്നുള്ളതാണ്. അതും അവിടെ ധാരാളം കണ്ട സിനിമകളാണ്. 10 സിനിമകൾ ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ നിർമ്മാതാവ് സലിം ഖാൻ മരണത്തിന് തലേന്ന് കൽക്കട്ടയിൽ
സിനിമാ നിർമ്മാതാവ് അരിന്ദം ദാസുമായിട്ട് നീണ്ട സംഭാഷണം നടത്തിയതായിട്ട് ഈ സംഭവം അറിഞ്ഞിട്ട് അരിന്ദം ദാസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മൂന്നാമത്തെ സംഭവം, അവിടെ പഞ്ചനക്ഷത്ര ഹോട്ടൽ ജസൂറിൽ സബീർ എന്ന് പറഞ്ഞ ഹോട്ടൽ, ആ ഹോട്ടലിന് തീ വെച്ചു. ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ഷഹീൻ ചക്ലധാർ അവിടെ അവാമി ലീഗിൻ്റെ MP ആണ്. അതിലുള്ള രോഷമാണ് ഈ കെട്ടിടത്തിനോട് തീർത്തിരിക്കുന്നത്. ആർക്കും പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് 25 പേര് കൂട്ടക്കൊല നടന്നു. ഇങ്ങനെ കൊല്ലപ്പെട്ടവരിൽ ചില പ്രക്ഷോഭക്കാരും പെട്ടു. കാരണം അവരകത്തേക്ക് കയറിയിട്ട് പിന്നെ പുകയൊക്കെ ഉയർന്നിട്ട് അവർക്കും പുറത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. പക്ഷെ എത്ര പ്രക്ഷോഭകരാണെന്നറിയില്ല. 25 പേരാണ് കൊല്ലപ്പെട്ടത്. രക്ഷപ്പെട്ടവരൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഷഹീൻ ചക്ലധാർ മറ്റേ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത പോലെ അദ്ദേഹവും പലായനം ചെയ്തിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് ധാക്കയിലാണ് ഈ ഹോട്ടൽ ജസൂർ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അദ്ദേഹം MP സ്ഥാനം രാജിവെച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി ആണ് ഈ ഒരു ഇസ്ലാമിസ്റ്റ് മോബ് എന്നാണ് റിപ്പോർട്ടുകളിൽ വന്നത്. ഈ കൊള്ള ചെയ്ത ശേഷം പെട്രോൾ കൊണ്ട് കത്തിക്കുകയാണ് ചെയ്തത്. പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഹോട്ടലിൽ. ആദ്യം ഈ ഹോട്ടൽ കൊള്ള ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് കത്തിച്ചത്. അതിലൊരു ഇന്തോനേഷ്യക്കാരൻ പെട്ടുപോയിട്ടുണ്ട്. ഈ കൂട്ടക്കൊല ചെയ്യപ്പെട്ടവർ 150 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 25-30 പേരോളം പേരെ രക്ഷിച്ചു ആ ഹോട്ടൽ കത്തുന്നതിൻ്റെ ഇടയ്ക്ക്. അവാമി ലീഗിൻ്റെ ഓഫീസും ഈ ഹോട്ടലിൻ്റെ അടുത്തുള്ളത് കത്തിക്കുകയുണ്ടായി. ആ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ ഒരു ഇന്ത്യക്കാരനുണ്ട്. ആ ഇന്ത്യക്കാരൻ അസമിൽ നിന്നുള്ള ഷാഹിദ് എന്ന് പറഞ്ഞ ആളാണ്. ഷാഹിദിൻ്റെ സഹോദരൻ ഫൈസലും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള ടിക്കറ്റ് വാങ്ങിക്കാൻ പോയിരിക്കുകയായിരുന്നു ഈ ഫൈസൽ. അതുകൊണ്ട് ഫൈസൽ രക്ഷപ്പെട്ടു. ഷാഹിദ് രക്ഷപ്പെടാൻ വേണ്ടി 3-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് 2 കാലും ഒടിഞ്ഞു. ജീവൻ കിട്ടി. എന്നിട്ട് ആംബുലൻസിൽ ഇന്ത്യയിലേക്ക്, ആദ്യം അവിടുത്തെ ആശുപത്രിയിൽ പോയി പ്രഥമ ശുശ്രൂഷ കൊടുത്തു. അത് കഴിഞ്ഞ് ആംബുലൻസിൽ കൊൽക്കത്തയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇത് നമ്മൾ ഈ ആൾക്കൂട്ടം അവിടെ പലതരത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത 3 ഉദാഹരണങ്ങളാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ മാഷിന് ഒരു താലിബാൻ ഭരണം പോലെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇത് താലിബാൻ മാത്രമല്ല, താലിബാൻ ഉൾപ്പെടെയുള്ളവർ, താലിബാൻ മനസ്സുള്ളവർ ലോകത്തിലാകെ അഴിച്ചുവിടുന്ന അക്രമ പരമ്പരകളിൽ 100 കണക്കിന് നടന്നിരിക്കാനിടയുള്ള സംഭവ പരമ്പരകളിൽ നിന്ന് വളരെ സൂക്ഷ്മമായി ഇപ്പോൾ രാമേന്ദ്രൻ സാറ് ഒപ്പിയെടുത്ത 3 സംഭവങ്ങളാണിത്. ഇതിലേറെ എന്തെല്ലാം സംഭവങ്ങൾ കഴിഞ്ഞ ആഴ്ചകളോളം നടന്ന ഈ കലാപത്തിനിടയിൽ നടന്നിട്ടുണ്ട്. 2 ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്. അതുണ്ടായി. 10-20 ക്ഷേത്രങ്ങൾ ആക്രമിച്ചു, ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്, ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഒരു സംഭവം, നേരത്തെ സാറ് മലബാർ കലാപമൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആർക്കും ഓർമ്മ വരും. കാരണം ഒരു കലാപം വരാൻ കാത്തിരിക്കുന്ന കുറേ ക്രിമിനൽ മനസ്സുകളുണ്ട് നമുക്ക്. അപ്പാർട്ട് ഫ്രം എനിക്ക് അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ഷഹബാസ് അമനെയൊക്കെ ഓർമ്മയും വരും. ആകാം. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ സംഗീതം ഒരുപക്ഷെ ബാബുൽ ഗായകനാവാം, അല്ലെങ്കിൽ രവീന്ദ്ര സംഗീതം പാടുന്ന ഒരാളാവാം. ഇദ്ദേഹത്തിൻ്റെ ഒരു ഏത് മേഖലയിലെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഏത് കലാപവും വരാൻ കാത്തിരിക്കുന്ന കുറേ ക്രിമിനൽ മനസ്സുകൾ ഏത് രാജ്യത്തും ഏത് ദേശത്തും എല്ലാ കാലത്തും ഉണ്ട്. അവർ കാത്തിരിക്കുന്നത് അവസരം വന്നാൽ കൊള്ളയടിക്കാൻ നോക്കി വെച്ചിരിക്കും, അവസരം വന്നാൽ ബലാത്കാരം ചെയ്യാൻ കാത്തിരിക്കും. അങ്ങനെ ഒരു മനസ്സുണ്ട്. അത് എന്തുമാത്രം രൂക്ഷമായിരിക്കും ബംഗ്ലാദേശിലെ ഈ കലാപകാലത്ത് നടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഒരു സൂചന. രണ്ടാമത്തെ കാര്യം, ഇത് ബംഗ്ലാദേശിൽ കലാപം കൂട്ടുന്നവരുടെ ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ട്. അത് ഈ അങ്ങേയറ്റത്തെ തീവ്ര ദേശീയതയുടേതാണെന്ന് പറയാം. ബംഗ്ലാദേശാണ് ഭൂമിയിലെ പുണ്യനാട് എന്ന് വിശ്വസിക്കുന്നവരാവാം. ഞങ്ങൾ ജിഹാദ് നടത്തി നേടിയെടുത്തതാണ് ഈ നാട്, അതുകൊണ്ട് അത് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഒരു ഭാഗത്തുണ്ട്. അതാണ് ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഒരു അടിസ്ഥാന പ്രശ്നം. രണ്ടാമത്തേത് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആ കടുത്ത മതമൗലികവാദികളും തീവ്രവാദികളുമാണ്. ഇവരുടെ ശത്രുക്കൾ ആരൊക്കെയാണ്?
ഇതിനാണ് താലിബാൻ മനസ്സ് എന്ന് പറയുന്നത്. താലിബാൻ എന്ന് വിളിക്കുന്നത് നമ്മൾ ഒരു മൂവ്മെൻറ്റിനെ അല്ലല്ലോ, ഒരു മനസ്സിനെയാണ്. അപ്പോൾ ആ മനസ്സിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്? ഒന്ന്, അവർ സംഗീതത്തിനെതിരാണ്. രണ്ടാമത്തെ കാര്യം, അവർ അഭിനയത്തിനും കലാകാരന്മാർക്കും എതിരാണ്. മൂന്നാമത്തെ കാര്യം, അവർ ഈ വിദേശികൾ വന്ന് താമസിക്കാൻ ഇടയുള്ള 5 നക്ഷത്ര ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരാണ്. ഇതിൽ പക്ഷേ ആശാവഹമായി എനിക്ക് തോന്നുന്നത് ഈ വാർത്ത അങ്ങേയറ്റം ഷോക്കിംഗ് ആണ്, സ്തോഭജനകമാണ്, ദുരന്ത വാർത്തയാണ്. എങ്കിലും ഇതിനെ എനിക്ക് തോന്നുന്ന 2-3 ആ കൂട്ടത്തിൽ ആശാവഹമായ ഒരു സൂചന സാറിൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഇപ്പോൾ ബംഗ്ലാദേശിനെ കുറിച്ചുള്ള നമ്മളൊരു ധാരണ, ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, എല്ലാ മതമൗലികവാദികൾക്കും വലിയ സ്വാധീനമുള്ള നാടാണ്. ആ നാട്ടിലും ഇപ്പോഴും ഇത്രയും കാലം അവർക്ക് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോൾ 71 തൊട്ട് 55 കൊല്ലമായി. മൊത്തത്തിലുള്ള സ്വാതന്ത്ര്യം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 78 കൊല്ലമായി ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയിട്ട്. പക്ഷേ ഇപ്പോഴും അവിടെ സംഗീതത്തെ പ്രണയിക്കുകയും ജാതി മതഭേദങ്ങളും ആനന്ദി എന്ന് അദ്ദേഹം, തീർച്ചയായിട്ടും അദ്ദേഹം ഹിന്ദു ആയിരിക്കും എന്നാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരാളെ അവിടെ പോറ്റുകയും അദ്ദേഹത്തിൻ്റെ തന്നെ ബാൻഡിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന ഒരാളല്ലേ, ഒരു മുസൽമാൻ അല്ലേ. അപ്പോൾ സംഗീതത്തിന് മുമ്പിൽ മതവും ജാതിയും ഒക്കെ മറന്ന ഒരു ജനത ബംഗ്ലാദേശിൽ പോലും ഉണ്ടായിരുന്നു എന്നതിൻ്റെ മാത്രമല്ല, അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗായകനാണ്. മാക്രോൺ അവിടെ വന്നല്ലോ, വലിയ കാര്യമല്ലേ. തീർച്ചയായിട്ടും ഫ്രഞ്ച് പ്രസിഡന്റ് അവിടെ വന്നപ്പോൾ പോയി കാണാൻ തോന്നിയ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം നമുക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും, അദ്ദേഹം ലോകപ്രസിദ്ധനായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളെ ബംഗ്ലാദേശിൽ പോറ്റിയിരുന്നു എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിലെയും സഹൃദയൻ്റെ ഒരു മനസ്സോർത്ത് നോക്കൂ. ജാതിക്കും മതത്തിനും അതീതമായൊരു സഹൃദയത്തോടെ ഉണ്ടായിരുന്നുള്ള ഒന്നാമത്തേത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പാഠം, ഈ മറ്റ് 2 പേര്, ഒന്ന് അഭിനയം എന്ന കല. മുസൽമാനായ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ വേഷം നമ്മുടെ ഗാന്ധി സിനിമയിൽ അഭിനയിച്ച ആളെ, അല്ലെങ്കിൽ നമ്മുടെ അംബേദ്കർ സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടി, ഇങ്ങനെയുള്ള ആളുകളെ ആരാണ് കൊല്ലാൻ പോകുന്നത് ആലോചിച്ച് നോക്കൂ. ഒന്ന്, അവരുടെ ഉള്ളിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടതല്ലാതെ ഈ ക്രിമിനൽ മനസ്സുമായി പ്രതികാരം ചെയ്യാൻ കാത്തിരുന്നാണ് അവർ. അഭിനയം പാടില്ല. ആലോചിച്ച് നോക്കൂ, സ്വന്തം ഒരു ദേശീയ നേതാവിനെ, സ്വന്തം രാഷ്ട്രത്തിൻ്റെ പിതാവിനെ അഭിനയിച്ച മുസ്ലിം നടനെ, മുസ്ലിമായി പിറന്ന നടനെ പോലും ഇവർ വകവരുത്താൻ അവസരം കാത്തിരിക്കുക. അതുകൊണ്ട് അഭിനയത്തോടും കലയോടും ഇവരുടെ സമീപനം. മൂന്നാമത്തെ ഒരു കാര്യം, ഈ വ്യാപാരിയായ ഹോട്ടൽ ഉടമ ഈ അവാമി ലീഗിൻ്റെ MP ആയിരുന്നു എന്നുകൂടി ഓർക്കണം. എനിക്ക് തോന്നുന്നു ഇതും കൂടി ചേർത്ത് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, അവാമി ലീഗ് അല്ലെങ്കിൽ അവാമി ലീഗിനെ ഇത്രയും കാലം നയിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തൊട്ട് ഷെയ്ഖ് ഹസീന വരെ ഉള്ളവർ എന്തൊക്കെ പറഞ്ഞാലും ഈ അതിഭീകരന്മാരായ മതമൗലികവാദികളോടും ആത്യന്തിക തീവ്രവാദികളോടും ഇത്രയും കാലം പിടിച്ചു നിന്നു എന്നതിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ബംഗ്ലാദേശിൽ പ്രത്യക്ഷമായി അമുസ്ലിം ലീഡേഴ്സുള്ള, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നേതൃസ്ഥാനത്തുള്ള, ഇന്നലെ 2 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടത് ഒറ്റ കാരണം കൊണ്ടാണ്, അവർ അവാമി ലീഗിൻ്റെ നേതാക്കളാണ്. അതാണ് കാരണം. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട മുസൽമാനായിട്ട് പോലും അവാമി ലീഗിൻ്റെ MP ആണ്. അദ്ദേഹമാണ് ഫ്ലഡ് ചെയ്ത് അവിടുന്ന് ഓടിപ്പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ബംഗ്ലാദേശിൻ്റെ പരിമിതികൾക്കിടയിലും ഒരു മതേതരവും മാനവികവുമായൊരു സ്വഭാവം അവാമി ലീഗ് സൂക്ഷിച്ചിരുന്നു എന്നാണ്. അതിൻ്റെ സകലമാന വിരോധവും ഇപ്പോൾ അണപൊട്ടി പുറത്തു വരുന്നതാണ് ഈ കാണുന്നത്. അത് അങ്ങനെയും ഒരു വായന അതിന് സാധ്യമാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഒരു മനുഷ്യത്വവും മതേതര സ്വഭാവവും നിലനിർത്താൻ പാടുപെട്ടുകൊണ്ടിരുന്ന ഒരു ഭരണകൂടത്തെയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ താല്പര്യങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. ലോകത്തിലെ സകലമാന മതമൗലികവാദ ശക്തികളുണ്ട്, ഇസ്ലാമിക തീവ്രവാദികൾക്ക് അതിൽ പങ്കുണ്ട്. അവർ ലോകം മുഴുവൻ ആഹ്ലാദ പ്രകടനങ്ങളും സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ട്. വേറൊന്ന്, അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട്. ഇനി അമേരിക്കയുടെ പുറകിൽ മറ്റേതൊക്കെ ആഗോള ശക്തികളുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് പറയാനായിട്ടില്ല. എന്തായാലും പാകിസ്ഥാൻ ISI ഒക്കെ ഉണ്ട്, തീർച്ചയായിട്ടും. മുഹമ്മദ് യൂനുസ് വരുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് യൂനുസ് വന്നു, താൽക്കാലിക പ്രധാനമന്ത്രിയായി, അവിടുത്തെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടു, തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു പറയുന്നു. അത് താൽക്കാലികം മാത്രമാണ് കേട്ടോ. കാരണം ഇനി വരാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി, BNP ആളുകളൊക്കെ തന്നെയാണ്. ഇത് 5-6 മാസം ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ നാഹിദ് ഇസ്ലാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, സാർ കണ്ടോ? നാഹിദ് ഇസ്ലാമാണ് ആ സമരം നയിച്ചിരുന്നത്, വിദ്യാർത്ഥി. അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതെനിക്ക് തോന്നുന്നു അത് ഏതൊക്കെ തലത്തിലാണ് അത് പ്രസക്തമാകുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല, ഇപ്പോൾ ടൈംസിലാണോ ഞാൻ വായിച്ചറിയില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ, ഒരു കാരണവശാലും പട്ടാള ഭരണം ഞങ്ങൾ അനുവദിക്കുകയില്ല. 2, പട്ടാളത്തിൻ്റെ പിന്തുണയുള്ള ഒരു സർക്കാരിനെയും ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ചേർന്ന ഒന്ന്. അപ്പോഴും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞോട്ടെ,
ഈ പട്ടാളത്തിനെ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു കൗതുകമാണ് തോന്നിയത്. കാരണം ഈ പട്ടാള മേധാവിയുടെ ഭാര്യ ഷെയ്ഖ് ഹസീനയുടെ അടുത്ത ബന്ധുവാണ്. അത് ശരി. അത് മാത്രമല്ല ഹസീന നിയമിച്ചാണ് അത്രേ. വേറൊരു വാർത്ത കേട്ടത് അവര് തമ്മിൽ അത്യാവശ്യം അടുപ്പമൊക്കെ തന്നെയല്ലേ. അവരെ സ്വന്തക്കാരായി നിയമിച്ചാണ്. പക്ഷേ ഹസീന അക്കാര്യത്തിലൊക്കെ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ജാഗ്രത വേണമായിരുന്നു. കാരണം ഹസീനയുടെ പിതാവിനെ കൊന്നത് അംഗരക്ഷകരായ പട്ടാളക്കാരാണ്. അത് കണ്ട് നിൽക്കേണ്ടി വന്നവരാണ്. വിദേശ രാജ്യത്ത് നിന്നാണെങ്കിലും കണ്ടു നിൽക്കേണ്ടി വന്ന ഒരാളാണ് അവർ. അതുകൊണ്ട് പട്ടാള മേധാവിയൊക്കെ നിയമിക്കുമ്പോൾ ഒരു പക്ഷേ പാർട്ടി പ്രസിഡന്റിനെ നിയമിക്കുന്നതിനേക്കാളും കുറെ കൂടി സൂക്ഷ്മത പാലിക്കണമായിരുന്നു അവർ. ഇനിയിപ്പോൾ ഈഫ്സ് ആൻഡ് ബഡ്സ് ഒന്നും ഹിസ്റ്ററിയിൽ വലിയ പ്രസക്തിയുള്ള കാര്യമല്ലല്ലോ. എന്തായാലും നമുക്കിനിയിപ്പോൾ ഇതിൽ നിന്ന് വലിയ പാഠങ്ങളുണ്ട്. എന്തായാലും ഷെയ്ഖ് ഹസീന പൊരുതിക്കൊണ്ടിരുന്നത് നമ്മൾ അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് താലിബാൻ ശക്തികളോടായിരുന്നു എന്നിപ്പോൾ വളരെ വ്യക്തമാണ്. ഇനി അവരാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഭാവി എന്താകും എന്ന ആശങ്ക വളരെ വലുതാണ്. ഹസീന രക്ഷപ്പെട്ടു പോകും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഇന്ത്യ സഹായിക്കുന്നുണ്ട്. അവരെ സുരക്ഷിതമായ താവളങ്ങളിൽ എത്തുമായിരിക്കും. എങ്ങോട്ട് പോകും നമുക്ക് വേറെ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ഈ സമയത്ത് ഈ മാതിരി അമേരിക്ക ലോകത്ത് പലതരം ഭൂതങ്ങളെ കുടത്തിൽ നിന്ന് തുറന്നു വിട്ടിട്ടുണ്ട്. ഒരു ഭൂതത്തിനെയും കൂടി തുറന്നു വിട്ടു. അത് ലോകം കണ്ട് ഇപ്പം ഞെട്ടിത്തെറിക്കുകയാണ്. ആ ഞെട്ടലിൻ്റെ ഭാഗമാണ് നമ്മൾ. ഇനിയും അതിൻ്റെ തുടർക്കഥകൾ നമുക്ക് പറയേണ്ടി വരും. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.